മക്കൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, മക്കൾ പട്ടിണിയായി പോവില്ലേ. ജോലിയുണ്ട്, കൂലിയില്ല. സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് മാസം 2 നിങ്ങൾക്ക് ഭയങ്കര സങ്കടമുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കൊന്നുമില്ലാത്തൊരവസ്ഥയായില്ലേ ഇന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരെ വരുന്നില്ല. ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു 10 രൂപ പോലും കിട്ടൂല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമല്ലേ. 600 രൂപയാണ് ദിവസക്കൂലി. മറ്റാനുകൂല്യങ്ങളൊന്നുമില്ല. അടിക്കടി ശമ്പളം മുടങ്ങുന്നത് പതിവായതിനാൽ സമരം ചെയ്തും മടുത്തു. ഇതുവരെയും സമരം ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. നമ്മളോട് മാത്രം എന്തിനാണ് ഇത്രയും ക്രൂരത ഇവർ കാണിക്കുന്നത്? അല്ലെങ്കിൽ ചെറിയ മക്കൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ശിക്ഷ. ഭർത്താവിനാണെങ്കിൽ ആക്സിഡൻ്റായിട്ട് കിടപ്പിലാണ്. അപ്പോൾ വീട്ടിലെ അവസ്ഥയെല്ലാം വളരെ വിഷമത്തിലാണ് മുന്നോട്ട് പോകുന്നത്. 25 വർഷമായി അലവിൽ നോർത്ത് LP സ്കൂളിലെ പാചക തൊഴിലാളിയാണ് പുഷ്പ. വിരമിക്കൽ പ്രായമോ പെൻഷനോ ഇല്ലാത്തതിനാൽ ശാരീരിക അവശതകൾക്കിടയിലും ജോലി തുടരുന്നു. നടുവേദനയും മുട്ടുവേദനയും എല്ലാ വേദനയും ഉണ്ട്. എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു ഞാനിവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ. അപ്പോൾ അതിന് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് കാണിക്കാണ്ട് നിൽക്കുന്നത്. ടീച്ചറേ, ഭക്ഷണത്തിന് ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള കേന്ദ്ര സഹായം വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായി സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നത്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് പെട്രോൾ അടിക്കുകയും മണിമാളികകളിൽ കഴിയുകയും ചെയ്യുന്ന ജനപ്രതിനിധികൾ ഈ പാവങ്ങളുടെ കണ്ണുനീർ കാണണം. ചെയ്ത ജോലിയുടെ കൂലിയാണ് ചോദിക്കുന്നത്, അതെങ്കിലും കൃത്യമായി നൽകണം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.